السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ സ്വീകരിച്ച നോമ്പും അതോടൊപ്പം നമ്മൾ നിർവഹിച്ച നമസ്കാരങ്ങളും ദിക്റുകളും ദുആകളും നമ്മുടെ സ്വതക്കകളും ഒക്കെ നാളെ മഹ്ശറ വൻസഭയിൽ നമുക്ക് ഏറ്റവും അനുകൂലമാകുന്ന സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടിനു ശേഷമുള്ള ആ പരിശുദ്ധ പ്രവാചകൻ്റെ അനുയായികളെന്ന് പറയാൻ പറ്റുന്ന ആ പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിങ്ങളായി കഴിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ റമദാൻ മുഴുവൻ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന അവരുടെ പരിശുദ്ധ പ്രമാണമായ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു തആല അവന് മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത് എന്ന ആ ഒരു വലിയ സന്ദേശം മക്കയിലുണ്ടായിരുന്ന മനുഷ്യരിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് റസൂലുള്ളയെ റസൂലായി തിരഞ്ഞെടുക്കുകയാണ്. ആ റസൂലുള്ള മക്കയിലെ റസൂലിനെ അറിയുന്ന, മുഹമ്മദിനെ അറിയുന്ന മുഴുവൻ മനുഷ്യർക്കും ഏറ്റവും ഇഷ്ടമുള്ള, അവർക്കെല്ലാവർക്കും വളരെയധികം ആദരവുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നത് ചരിത്ര സാക്ഷ്യമാണ്. മക്കക്കാർ മുഹമ്മദ് റസൂലുള്ളക്ക് റസൂലാകുന്നതിന് മുമ്പ് അവർ നൽകിയ ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് അൽ അമീൻ എന്നത്. അവരുടെ കൂട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മനുഷ്യൻ എന്ന നിലയിൽ അവർക്കേവർക്കും ഇഷ്ടമുണ്ടായിരുന്ന മുഹമ്മദ്, ആ മുഹമ്മദിനെ അല്ലാഹു റസൂലായി അവരിലേക്ക് എത്തിച്ചു. ആ മുഹമ്മദ് റസൂലുള്ള അവരോട് പറഞ്ഞു, കൂട്ടരെ, അല്ലാഹു മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്, അതുകൊണ്ട് അവനല്ലാത്ത ഒരു ഇലാഹും നമുക്ക് ഉണ്ടായിക്കൂടാ. അത് കേട്ടപ്പോഴാണ് അന്നുവരെ മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളിൽ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. കാരണം അവരുടെ ഹൃദയങ്ങളിൽ അത്രമേൽ അവർ തേടിയിരുന്ന, അവർ പാടിയിരുന്ന, അവർ ആരാധിച്ചിരുന്ന, അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആരാധ്യർ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്, ഇസ്മായിൽ നബി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലുമൊക്കെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്ന് വിശ്വസിച്ച് ആ മഹാന്മാരായിട്ടുള്ള, ആ കഴിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളോട് അവർ തേടിയിരുന്നു, അവർ പ്രാർത്ഥിച്ചിരുന്നു. അതായിരുന്നു അവർ കണ്ടുപഠിച്ചു വന്നത്. അവരുടെ പിതാക്കളാൽ, പൂർവ്വപിതാക്കളാൽ അവർ കേട്ടു മനസ്സിലാക്കിയതും കണ്ടു മനസ്സിലാക്കിയതുമായിട്ടുള്ള ആരാധനാ രീതി, അവരുടെ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം ഇവരൊക്കെയുമാണ് എന്നതായിരുന്നു. അവിടെയാണ് മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിൻ്റെ വഹയിലൂടെ അവരോട് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ നമുക്ക് ആരാധനക്ക് അർഹതനായിട്ടുള്ള ഒരിറ്റ ഇലാഹും തന്നെ ഇല്ല എന്നത്. അവിടെ തുടങ്ങുകയാണ് മക്കയിലുണ്ടായിരുന്ന ആളുകളും മുഹമ്മദ് റസൂലുള്ളയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളയെ സഹായിക്കുവാൻ ആരും തന്നെ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായി.
ആദ്യമായിട്ട് മുഹമ്മദ് റസൂലുള്ളയെ ചീത്ത വിളിച്ചത് ആ മുഹമ്മദ് റസൂലുള്ളയുടെ പിതാവിന്റെ സഹോദരനായ അബൂലഹബായിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. തബ്ബല്ലക്ക് യാ മുഹമ്മദ്, മുഹമ്മദെ നീ നശിച്ചു പോയല്ലോ എന്ന് പിതാവിന്റെ സ്വന്തം സഹോദരൻ പറയാനുണ്ടായ കാരണം അള്ളാഹു മാത്രമാണ് നമ്മുടെ ആരാധനക്ക് അർഹനായിട്ടുള്ളത് എന്ന ആ പ്രപഞ്ച സത്യം അള്ളാഹുവിന്റെ വഹിയിലൂടെ മുഹമ്മദ് റസൂലുള്ള അവരോട് പറഞ്ഞപ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ പ്രശ്നങ്ങൾ തുടങ്ങുന്നിടത്ത് റസൂലുള്ളയെ ഈ സത്യം മനസ്സിലാക്കി സഹായിക്കുവാനായിട്ട് കൂടെ നിൽക്കുവാനായിട്ട് വന്ന ആദ്യത്തെ ഏതാനും ചില വ്യക്തികളെ ഈ സന്ദർഭത്തിൽ നമ്മൾ മറന്നുപോകാൻ പാടില്ല. ആദ്യമായിട്ട് അവരോടൊപ്പം റസൂലുള്ളയോടൊപ്പം സഹായിക്കാൻ വന്ന യാസിർ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ കുടുംബവും അവർക്ക് ഈ ലോകത്തു നിന്ന് ശുഹദാക്കളായിട്ടാണ് പോകേണ്ടി വന്നത്. അവരെ ആ മക്കയിലുണ്ടായിരുന്ന ആളുകൾ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. യാസിർ റളിയല്ലാഹു അൻഹുവിനെ മരത്തിൽ കെട്ടി തീപ്പന്തമുണ്ടാക്കി ശരീരത്തെ പൊള്ളിച്ചപ്പോ ഉറക്കെ ഒന്ന് കരയാൻ പോലും കഴിയാതെ യാസിർ റളിയല്ലാഹുവിന്റെ കൊച്ചുമകൻ അമ്മാർ റളിയല്ലാഹു അൻഹു അത് കണ്ടുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ സുമയ്യ റളിയല്ലാഹു അൻഹ അവിടെ കൂടി വന്നപ്പോൾ ആ അക്രമികൾ അവരെ പിടിച്ചു. അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പോലും കമ്പികൾ പഴുപ്പിച്ച് കയറ്റി അവരെ ക്രൂരമായി കൊലപ്പെടുത്തി. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? അള്ളാഹു മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അർഹനായിട്ടുള്ളത് എന്ന ആ ദുആകൾ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ദുആകൾ, പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ അതാണ് സത്യമെന്നു മനസ്സിലാക്കുകയും ആ സത്യത്തോടൊപ്പം നിന്നു എന്നത് മാത്രമാണ് ഇത്രയും ക്രൂരമായി അവരെ കൊല ചെയ്യാൻ മക്കയിലെ ആളുകൾക്ക് ഉണ്ടായ കാരണം. ഈ വലിയ പീഡനം വേടിക്കുന്നത് മുഹമ്മദ് റസൂലുള്ള യാസിർ കുടുംബത്തെ നോക്കി കണ്ടു നിൽക്കുകയാണ്. റസൂലുള്ള കാണുകയാണ് അതിക്രൂരമായി അവരെ പീഡിപ്പിക്കുന്നത്. ആ മുഹമ്മദ് റസൂലുള്ളക്ക് അവിടെ പറയാനുണ്ടായിരുന്ന വർത്തമാനം, യാസിർ കുടുംബമേ ക്ഷമിക്കുക, സ്വർഗമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് പകരമില്ല എന്നതാണ്. ആ അവിടുന്ന് തുടങ്ങുന്ന റസൂലുള്ളയുടെ ദഅവത്ത് 13 വർഷം മക്കയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഒരുപാട് ആളുകൾ അതിശക്തമായി റസൂലുള്ളയെയും റസൂലുള്ളയോടൊപ്പം കൂടുന്നവരെയും ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. 13ാമത്തെ വർഷമായപ്പോൾ മുഹമ്മദിന്റെ തലയൊടുക്കുന്ന ആളുകൾക്ക് 100 ചുവന്ന ഒട്ടകത്തെ മക്കയിലെ ആ മുശ്രിക്കുകളായ ആളുകൾ പ്രഖ്യാപിച്ചു. അവിടെ നിന്നാണ് മുഹമ്മദ് റസൂലുള്ള മദീനയിലേക്കുള്ള ഹിജറ ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം റസൂലുള്ള മദീനയിലേക്ക് ഹിജറ പോകുവാനുള്ള ഒരുക്കം ഉണ്ടാവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോ നേരിട്ട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ മദീനയിലേക്ക് പോകുവാനുള്ള വഴി കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല. ആളുകൾ പരന്ന് ഓടി നടക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളയെ പിടിക്കുവാനും തലയെടുത്ത് ആ 100 ചുവന്ന ഒട്ടകത്തെ സ്വന്തമാക്കുവാനും. അതുകൊണ്ട് തന്നെ ആളുകൾ കാണാത്ത തരത്തിൽ മറ്റേതെങ്കിലും വഴികളിലൂടെ മദീനയിലേക്കുള്ള യാത്രയെക്കുറിച്ച് റസൂലുള്ളയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആലോചിച്ചപ്പോൾ അത് അറിയുന്ന ഒരു ആള് ഉണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മുസ്ലിം ആയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഇവർക്ക് മദീന വരെ വഴികാട്ടിയായിട്ട് കൂടെ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന പല കഥകളിലും ഇവിടെ ഇരുന്നു കൊണ്ട് മക്കത്ത് നടക്കുന്ന സംഭവങ്ങളെ പോലും കണ്ണുകൾ കൊണ്ട് കാണുവാനും അതിവിടെ ആളുകൾക്ക് മുമ്പിൽ പറയുവാനും പറ്റുന്ന മഹാന്മാരുണ്ട് എന്ന വ്യാജ പ്രചരണങ്ങൾക്ക് മുഹമ്മദ് റസൂലുള്ളയുടെ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള യാത്രയുടെ ആ ചരിത്ര സത്യം മാത്രം മനസ്സിലാക്കിയാൽ ഇവരീ പറയുന്നത് മുഴുവനും കളവാണ്, കള്ളക്കഥകളാണ് എന്ന് ബോധ്യപ്പെടാൻ മാത്രം അത് മതി. ഈ അടുത്താണ് ഒരു വലിയ ഒരു പണ്ഡിതൻ ധാരാളം ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ ഒരു കാര്യം പറഞ്ഞത്. ഒരു ദിവസം വലിയ ഒരു ഷെയ്ഖ് അദ്ദേഹം തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ഓടി വരികയാണ്.
ഓടി വന്നിട്ട് ആ പള്ളിയിലുള്ള ഹൗളിലെ വെള്ളമെടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇത് കണ്ടുവന്ന ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വദൂ ചെയ്യാനുള്ള വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴിക്കുന്നത് എന്തിനാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. മക്കയിലെ പള്ളിക്ക് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനെ കെടുത്തുകയാണ് എന്നാണ് ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്. അത് കേട്ടപ്പോൾ ബുദ്ധിപരമായിട്ടു വികസനം വന്നിട്ടില്ലാത്ത, ഈ പറയുന്നത് ഒരു കള്ളക്കഥയാണ് എന്ന് ബോധ്യപ്പെടാത്ത, ഇങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് മക്കം വരെ കാണുവാൻ പറ്റുന്ന ഒരു മഹ്ലൂക്കും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല എന്ന ചരിത്ര സത്യം അറിയാത്ത, യഥാർത്ഥത്തിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും യഥാർത്ഥ രൂപത്തിൽ പഠനത്തിനു വിധേയമാക്കിയിട്ടില്ലാത്ത, അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത അല്പജ്ഞാനികളായ ആളുകൾ ഈ മനുഷ്യന്റെ കൂടെ കൂടി ആ ഹൗദിലെ വെള്ളം ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ പറയുന്ന ആളുകളോട് മുഹമ്മദ് റസൂലുള്ളയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മദീനയിലേക്കുള്ള യാത്രാ വഴി പോലും അറിയാതെ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനെ കൂടെ കൂട്ടിയിട്ടാണ് മദീന വരെ പോയത് എന്ന ചരിത്ര സത്യം ഒരു കാരണവശാലും നമ്മുടെ ഉസ്താദുമാർ ഈ പാവപ്പെട്ട ജനതയുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പോലും അങ്ങനെ ഒരു അദൃശ്യജ്ഞാനമോ ആ തരത്തിലുള്ള ഒരു കഴിവോ ഉണ്ടായിരുന്നില്ല എന്നത് റസൂലുള്ളാഹിയുടെ ഒരു കുറവായിട്ട് ആളുകൾക്ക് തോന്നുമോ? അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ തരത്തിൽ വ്യാജന്മാരായി ചമയുന്ന പല ആളുകൾക്കും ഇതൊരു ഊരാക്കുടുക്കാകുമോ എന്ന രണ്ടു തരത്തിലുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഈ ആളുകൾ ഈ ചരിത്ര സത്യങ്ങൾ ആളുകൾക്ക് മുമ്പിൽ പറയാതിരിക്കുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, അവർ രണ്ടുപേരും മദീനയുടെ അതിർത്തിയിലെത്തുകയാണ്, മദീനയിലേക്ക് എത്തുകയാണ്. ആ മദീനയിൽ എത്തിയതിൻ്റെ 2 വർഷം തികയുന്ന സമയത്താണ്, ഹിജറ 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 315 ആളുകളുമായിട്ട് ബദറിലേക്ക് പോകുന്നത്. ഈ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ച നമ്മൾ ഇൻഷാ അള്ളാഹ് അതിൻ്റെ 16, 17 ഒക്കെ ദിവസം വരുമ്പോൾ ഈ ബദറിൻ്റെ ഒരുപാട് സത്യസന്ധമായ ചരിത്രങ്ങൾ ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ ബദറിന്റെ സന്ദേശത്തെ ശിർക്കിൽ മുക്കി ആളുകളെ അവരുടെ നോമ്പും അവരുടെ നമസ്കാരവും അവരുടെ സകല സൽക്കർമ്മങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാളെ മഹ്ശറയിൽ പരാജിതരാകുന്ന ആളുകളെ ഉണ്ടാക്കാനും ഈ ബദർ ദിനത്തെ ഒരു വിഭാഗം ആളുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്തിനാണ് റസൂലുള്ളയും ഈ 313 അല്ലെങ്കിൽ 315 2-3 അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ നേർക്കുനേരെ വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളും ആ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അവരുടെ കൂടെ പുറപ്പെട്ട ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വളരെ ശാരീരികമായിട്ട് പ്രയാസമുള്ള ആളുകൾ അവരെ റസൂലുള്ള തിരിച്ച് മദീന പള്ളിയിലേക്ക് തന്നെ പറഞ്ഞയച്ചു എന്നും പുറപ്പെടുമ്പോൾ അവർ 315 ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെയും ഒരാളെയും കൂടി മദീന പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ 313 എന്ന അഭിപ്രായവും ബദറിലേക്ക് പോയ കാര്യത്തിൽ പറയുന്നുണ്ട്. ഏതായാലും എന്തിനാണ് അവർ ബദറിലേക്ക് പോയത് എന്നത് ഇന്നും മുസ്ലിം ഉമ്മത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരു വലിയ തെളിവാണ് മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ഉമ്മമാരും ഉപ്പമാരും ഇപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വിഷമമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അവർ വിളിക്കുന്നത് ബദരീങ്ങൾ ഉപ്പാപ്പ എന്നാണ്. അധികം ആളുകളുടെയും ഓർമ്മ, അധികം ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ബദരീങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉപ്പാപ്പയുടെ പേരാണ് എന്നാണ്. ഒരു ഉപ്പാപ്പയായിട്ടാണ് അവർ ബദരീങ്ങളെ പോലും അറിയുന്നത്. ആരാണ് ബദരീങ്ങൾ എന്ന് പോലും ഇന്നും മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയുന്നില്ല. കാരണം അത് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നില്ല. അത് പഠിപ്പിക്കപ്പെട്ടാൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചൂഷണ കേന്ദ്രങ്ങൾക്ക് അതിനെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും, അതിലേക്ക് ആളെ കിട്ടാതെ വരും എന്ന ഒരു ഭയപ്പാടാണ് മുസ്ലിം പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ബദറിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശത്തെ പോലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്. ആ ബദറിലേക്ക് അവർ എന്തിനു പുറപ്പെട്ടു, അവരവിടേക്ക് പോയ ലക്ഷ്യം എന്തായിരുന്നു എന്നതാണ് ബദറിന്റെ സന്ദേശത്തിൽ ഏറ്റവും കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാവേണ്ടത്. സഹോദരങ്ങളെ, ആ ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുള്ള ഈ 300 ചില്ലറ ആളുകളുമായിട്ട് പോയത് അവിടെ വലിയൊരു സൈന്യത്തിനു നേരെ നേരിടുവാനേ അല്ല.
ആ വഴിയിലൂടെ കച്ചവടത്തിനായി പോയിട്ടുള്ള അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം, കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ അവരെ വഴിയിൽ തടയുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ചില താക്കീതുകൾ നൽകുകയും ചെയ്യുക എന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള വളരെ നല്ല ഒരു കാര്യം അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ തടയുക, അവരോട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബാക്കളെയും കൊണ്ട് ബദറിലേക്ക് പുറപ്പെട്ടത്. ആ ബദറിലേക്ക് പുറപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ അവരെ കാത്തിരിക്കുന്ന വിവരം അബൂ സുഫിയാന്റെ സംഘം അറിയുകയാണ്. അവര് റസൂലുള്ളാഹിയും സംഘവും കാത്തിരിക്കുന്ന വഴിയിൽ നിന്ന് വേറെ വഴിയിലൂടെ അവർ മക്കയിലേക്ക് പുറപ്പെട്ടു. അവർ രക്ഷപ്പെട്ടു അവിടെ നിന്ന്. ഈ സംഭവം കാത്തിരിക്കുന്ന റസൂലുള്ളാഹിക്കോ ഈ 313ഓളം വരുന്ന ഔലിയാക്കളായ ആ സ്വഹാബിമാർക്കോ അറിഞ്ഞില്ല എന്നത് അതൊരു വലിയ സത്യമാണ്. അവർ കാത്തിരിക്കുകയാണ് ഇതുവഴി വരും എന്ന് വിചാരിച്ചിട്ട്. എന്തിനാണ് അബൂ സുഫിയാന്റെ സംഘത്തെ തടയാനുണ്ടായ കാരണം, അല്ലെങ്കിൽ തടയണമെന്ന ആ ഒരു ആശയം ഉണ്ടാകാനുണ്ടായ കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിൽ നിന്ന് മുഹാജിറുകളായി, അഥവാ അവരുടെ മുഴുവൻ സമ്പത്തും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ സ്ഥലങ്ങളും വീടുകളും എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിയോടൊപ്പം മദീനയിലേക്ക് വന്നിട്ടുള്ള ആ സ്വഹാബിമാരുടെ സമ്പത്തിനെ അവിടുത്തെ മക്കയിലെ ഈ ഖുറൈശികൾ, ഈ മുശ്രിക്കുകൾ അവർ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അവരത് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു, മദീനയിൽ കഴിയുന്ന, മക്കയിൽ നിന്ന് പോയ ആളുകൾക്ക് മദീനയിൽ അവിടെ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി കഴിയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, നിങ്ങൾ അവിടെ കഴിയാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന ശക്തമായ ഭീഷണി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് പിടിച്ചുപറ്റിയ ആളുകൾ, ആ സമ്പത്ത് കൊണ്ട് കച്ചവടത്തിനായി പോയിട്ടുള്ള അബൂ സുഫിയാനും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘവും അവർ ഇനിയും ഈ തരത്തിലുള്ള അതിക്രമങ്ങൾക്ക്, ഈ തരത്തിലുള്ള ഭീഷണികൾക്ക് അവർ ഇനിയും അങ്ങനെ തന്നെയാണ് തുടരുന്നത് എങ്കിൽ അവർക്ക് മനസമാധാനത്തോടുകൂടി ഈ ഷാമിലേക്കുള്ള കച്ചവട സംഘം യാത്ര പുറപ്പെടാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത് ഞങ്ങളുടെ ഈ മദീനയുടെ അടുത്തുള്ള ബദറിന്റെ ഈ വഴിയിലൂടെയാണ് നിങ്ങളുടെ യാത്രാ സംഘം പോകേണ്ടി വരിക. അതുകൊണ്ട് അക്രമികളാവാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിൽക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന ഒരു താക്കീത് ആ ബദറിൽ വെച്ച് നൽകാൻ നിന്ന റസൂലുള്ളാഹിയും അവിടുത്തെ സ്വഹാബാക്കളും അബൂ സുഫിയാനും സംഘവും വഴിമാറിപ്പോയ വിവരം അവർ അറിഞ്ഞില്ല എന്നതാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മദീനയിൽ കഴിയുന്ന, മക്കയിൽ നിന്ന് മുഹാജിറുകളായി വന്ന റസൂലുള്ളാഹിയും ആ സ്വഹാബാക്കളും മദീനയിൽ കഴിയുന്നത് മക്കക്കാർ സമ്മതിക്കുകയില്ല എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ആശയത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് മാറാതെ നിങ്ങളെ ഈ മക്കയിലോ മദീനയിലോ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയോട് തേടിയിരുന്ന ആളുകളാണ്, ഇസ്മായിൽ നബിയോട് പാടിയിരുന്ന ആളുകളാണ്. ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലുമൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് വിശ്വസിച്ചവരാണ്. ആ വിശ്വാസം നിങ്ങൾ നിലനിർത്തണം. ആ വിശ്വാസം മാറ്റിപ്പറഞ്ഞ് ഇതിനെല്ലാം ഇവരെയെല്ലാം ഒഴിവാക്കി അല്ലാഹു മാത്രം മതി എന്ന് പറയുന്ന നിങ്ങളുടെ ആ വാദത്തിൽ നിന്ന് നിങ്ങൾ മാറിയാലല്ലാതെ നിങ്ങൾക്ക് മദീനയിലായാലും മക്കയിലായാലും സ്വൈര്യമായി ജീവിക്കാൻ നിങ്ങളെ സമ്മതിക്കുകയില്ല എന്ന ആ ഒരു ധാർഷ്ട്യമാണ് ഈ സംഘത്തെ ഈ മദീനയിൽ വെച്ച്, ബദറിൽ വെച്ച് തടയുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. ഏതായിരുന്നാലും അവർ ഉദ്ദേശിച്ചു പോയ സംഘത്തെ അവർക്ക് മുന്നിൽ കിട്ടിയില്ല. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ വഴിമാറിപ്പോയി മക്കയിൽ നിന്ന് ഒരു സംഘം ഈ റസൂലുള്ളാഹിയെയും ഈ സ്വഹാബത്തിനെയും തകർക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട് ബദറിൽ എത്തുന്നത് വരെ ഈ സംഭവങ്ങളെ കുറിച്ചൊന്നും റസൂലുള്ളാഹിക്ക് കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നത് സഹോദരങ്ങളെ, അദൃശ്യജ്ഞാനം റസൂലുള്ളാഹിക്ക് പോലും അറിയുമായിരുന്നില്ല എന്നതിലേക്കാണ് അത് കൃത്യമായിട്ട് ആ സന്ദേശം നമ്മളെ എത്തിക്കേണ്ടത്. ബദറിന്റെ സന്ദേശം, ബദറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തമായിട്ടുള്ള വിജയവും, എന്നാൽ ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാരുടെയും റസൂലുള്ളാഹിയുടെയും ഒക്കെ നിലപാടുകളും അവർക്കുണ്ടായിരുന്ന
കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും ഒരുപാട് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിമാരുമായിട്ട് ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുറപ്പെടുന്ന സ്വഹാബിമാർക്ക് വേണ്ടി 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള 3 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിലുഹും. അല്ലാഹുവേ, എൻ്റെ കൂടെ ഈ ഇറങ്ങിപ്പുറപ്പെട്ട് ബദറിലേക്ക് വരുന്ന ഈ സ്വഹാബിമാർ, ഇവർക്ക് അവരുടെ പാദങ്ങളിൽ അണിയാൻ പാദരക്ഷ പോലും ഇല്ലാത്തവരാണ്. അല്ലാഹുവേ, അവർക്ക് നീ പാദരക്ഷ നൽകണമേ. ആ പ്രാർത്ഥനക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ അവിടെ റസൂലുള്ള പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് എന്ന വലിയൊരു സത്യമാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ആ ബദരീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ വീണ്ടും പറയണം: അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫഖ്സുഹും. അള്ളാഹുവേ, അവരുടുത്ത വസ്ത്രങ്ങൾക്കപ്പുറം ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ് ഇവർ. അള്ളാഹുവേ, അവർക്ക് നീ വസ്ത്രം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ. അള്ളാഹുവേ, ഇവർ പട്ടിണിപ്പാവങ്ങളാണ്. അല്ലാഹുവേ ഫഅശ്ബിഉഹും. അല്ലാഹ്, അവർക്ക് നീ ഭക്ഷണം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. ഏതെല്ലാം തരത്തിലാണ് ബദരീങ്ങളുടെ അവസ്ഥ എന്ന് ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവർക്ക് കാലിൽ അടിയാനുള്ള പാദരക്ഷ, ചെരുപ്പുണ്ടായിരുന്നില്ല. ഉടുത്ത വസ്ത്രത്തിനപ്പുറം ഇനി ഒരു വസ്ത്രം അവർക്ക്, ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നില്ല. അവര് ഭക്ഷണം നല്ല പോലെ കഴിക്കാൻ പോലും സാധ്യതയില്ലാത്ത പട്ടിണി പാവങ്ങളായിരുന്നു എന്നതാണ്. ഈ ആളുകൾ ഇങ്ങനെയായിരുന്നു എന്ന് ഈ പ്രാർത്ഥനയിലൂടെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു. അതെല്ലാം അവർക്ക് ബദർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലഭിച്ചു. അള്ളാഹു അവർക്ക് നൽകി എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, എന്തിനാണ് ആ മക്കയിൽ നിന്ന് 1000-ഓളം വരുന്ന ഒരു സംഘം ബദറിലേക്ക്, ഈ ബദറിൽ കാത്തിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളയെയും സ്വഹാബികളെയും നശിപ്പിക്കുന്നതിന് വേണ്ടി, കൊല്ലുന്നതിന് വേണ്ടി പുറപ്പെട്ടത്? അത് പുറപ്പെടുമ്പോ അബൂജഹല് കഅബയുടെ അടുത്ത് ചെന്ന് ആ കഅബയുടെ കില്ല പിടിച്ച് തൻ്റെ മുഖം അതിനോട് അടുപ്പിച്ചുകൊണ്ട് ആ കഅബയുടെ നാഥനായ അല്ലാഹുവിനോട് അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്: ഈ കഅബയുടെ നാഥനായ അല്ലാഹുവേ, ഞങ്ങൾ പുറപ്പെടുകയാണ് ബദറിലേക്ക്. അവിടെ അല്ലാഹുവേ, അവരെ പരാജയപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. മുഹമ്മദ്, അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ, വിശ്വസിച്ച ഞങ്ങളുടെ ദീനിന് അപ്പുറമുള്ള ഒരു കാര്യം, നിന്നെ മാത്രം ആരാധിക്കാനേ പാടുള്ളൂ, മറ്റുള്ളവരോടൊന്നും ഈ തരത്തിലുള്ള പ്രാർത്ഥനകളോ സഹായങ്ങളോ നടത്താൻ പാടില്ല എന്ന ഒരു പുതിയ വാദവുമായിട്ട്, പുത്തൻ വാദവുമായിട്ടാണ് മുഹമ്മദ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ വഴക്കും അവർക്കിടയിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് മുഹമ്മദാണ്. അള്ളാഹ്, അതുകൊണ്ട് മുഹമ്മദിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ പുറപ്പെടുന്നു, ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ചരിത്ര സത്യമാണ്. ഈ അബൂജഹലിന് ആ കഅബയുടെ നാഥനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നത് ആ അള്ളാഹുവിനെ അവർക്കറിയാമായിരുന്നു എന്നതിന് കൃത്യമായ സന്ദേശമാണ്. അതിൻ്റെ നിലപാട് അതായിരുന്നു. എന്നാൽ ആ അബൂജഹലും സംഘവും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു അവസാനിപ്പിച്ചിട്ടില്ല. അവരുടെ പ്രാർത്ഥനകൾ ലാത്തയോടും ഉസ്സയോടും ഹുബലിനോടും മനാത്തയോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഒക്കെ തുടർന്നിട്ടുണ്ട് എന്നതാണ് അവരും റസൂലുള്ളയോടൊപ്പം കൂടിയ ആളുകളും തമ്മിൽ രണ്ട് വിഭാഗമാകുവാനുണ്ടായ കാരണം. റസൂലുള്ളയും സ്വഹാബാക്കളും എന്തു പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹു ഞങ്ങൾക്ക് മതിയായവനാണ് എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ചു നിന്നു. മറ്റവരോ, അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചു, അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു സഹായം തേടി. ബദറിലേക്ക് ആ വലിയ ഒരു സൈന്യത്തിന്റെ മുമ്പിൽ അവർ ചെന്നുപെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളായ ആളുകളോട് ചോദിക്കുന്നുണ്ട്: നമ്മൾ ബദറിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അബൂ സുഫിയാന്റെ സംഘത്തെ തടയുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. എന്നാൽ ഇവിടെ ലക്ഷ്യം മാറിയിട്ടുണ്ട്. ഇവിടെ അതാ നമുക്ക് മുമ്പിൽ നമ്മളെക്കാൾ എത്രയോ ഇരട്ടിയുള്ള എല്ലാവിധ ആയുധ സജ്ജമായ ഒരു സംഘം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന് മുഹാജിറുകളായി മക്കയിൽ നിന്ന് റസൂലുള്ളയോടൊപ്പം വന്ന ആ മുഹാജിറുകളുടെ നേതാക്കന്മാരുടെ അവരെ അടുത്തിരുത്തി റസൂലുള്ള ചോദിക്കുകയാണ്: നമ്മളുടെ നിലപാട് എന്തായിരിക്കണം? മുഷാവറ കൂടുകയാണ്.
മുഹാജിറുകൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ തിരുദൂതരെയും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈമാൻ അതായിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ വന്നവരാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളോടൊപ്പം ഞങ്ങൾ നിന്ന് ചെയ്തു തരും. മദീനയിൽ റസൂലുള്ളാഹിയെ സഹായിച്ച ആ അൻസാരികളായ ആ നേതാക്കന്മാരെയും റസൂലുള്ള വിളിച്ച് ചോദിക്കുകയാണ്, നമ്മൾ ബദറിലേക്ക് പുറപ്പെട്ട ആ ഒരു ഉദ്ദേശം ഇവിടെ മാറിയിട്ടുണ്ട്. അബൂ സുഫിയാനും സംഘവും വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ടിതാ നമ്മളെ ആക്രമിക്കാൻ വലിയൊരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തു നിലപാട് സ്വീകരിക്കണം? അവിടെയും അൻസാരികൾ പറയുന്നു, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും തീരുമാനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് കൊടുക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ഈ സന്ദർഭത്തിൽ ഇവിടെ വെച്ച് ഈ ഒരു കൊച്ചു സംഘത്തെ പരാജയപ്പെടുത്തുകയാണ് എങ്കിൽ അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം പിന്നെ ഇവിടെ ബാക്കിയില്ല. അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം ദുആ ചെയ്യുന്ന ഒരു സംഘം ഇവിടെ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ ദുനിയാവിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്നവർ ബാക്കിയില്ല. അല്ലാഹുവേ, നിന്റെ സഹായം ഞങ്ങൾക്ക് നീ നൽകണമേ. ആ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന പറഞ്ഞത് തന്നെ ആവർത്തിച്ചു അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ തോളിലുണ്ടായിരുന്ന ആ വസ്ത്രം താഴെ വീഴുന്നത് പോലും റസൂലുള്ളാഹി അറിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന വസ്ത്രം റസൂലുള്ളാഹിയുടെ തോളിലേക്ക് ചാർത്തിക്കൊണ്ട് പറയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉറപ്പാണ്, അള്ളാഹു നമ്മളെ സഹായിക്കും നബിയെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിയെ സമാധാനിപ്പിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ രംഗത്തെ പരിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, ഇത് തസ്തഗീസൂന റബ്ബക്കും, അല്ലാഹ് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സഹായം തേടിയ സന്ദർഭം, ആ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. അള്ളാഹുവിന്റെ മലക്കുകളെ ഇറക്കി അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന ആ സന്തോഷ വാർത്ത അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു. അവിടെ റസൂലുള്ളാഹി ഇസ്തിഗാസ ചെയ്തത് അള്ളാഹുവിനോട് മാത്രമായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കൂടെയുള്ള മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ ഈ അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ തേടിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടിയ, അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മക്കയിൽ നിന്ന് കുടിയിറക്കിപ്പെടേണ്ടി വന്ന, ആ മദീനയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ ബദരീങ്ങൾ, അവർ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനോടല്ലാത്ത ഒരുത്തനോടും ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് മുവഹിദുകളായ, മുഅ്മിനുകളായ, മുത്തഖീങ്ങളായ ആ ബദരീങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച ആ അധ്യാപനത്തിന് വിരുദ്ധമായി കൊണ്ട് റസൂലുള്ളാഹിയെ പോലും വിളിച്ചു തേടുന്ന മുസ്ലിങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നത് റസൂലുള്ളാഹിയുടെ വഫാത്തിനു ശേഷം 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ വന്ന ഏറ്റവും വലിയ അബദ്ധമാണ്, അപകടമാണ്. ആ ബദരീങ്ങളെ തന്നെ വിളിച്ചു തേടുന്ന പാട്ടുകൾ, ബദരിൽ ഷഹീദായവരെ, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പരിഹാരമായിട്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് ബദരീങ്ങളോട് തേടുന്ന ആളുകൾ. ഇങ്ങനെ തേടിയിരുന്ന മുശ്രിക്കുകളോടാണ് ബദറിൽ ഈ ബദരീങ്ങൾ പോരാടിയത് എന്ന ചരിത്ര സത്യം പോലും അറിയാത്ത ആളുകൾ. ഇങ്ങനെ പാടിയിരുന്ന മുശ്രിക്കുകളോടാണ് ബദരീങ്ങൾ പോരാടിയത്. അവർ പാടിയിരുന്നത് ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബലിനോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് പാടുന്നത്, തേടുന്നത് ബദരീങ്ങളോടാണ്, മുഹ്യിദ്ദീൻ ഷേഖിനോടാണ്, മമ്പർത്ത തങ്ങളോടാണ്, അള്ളാഹു അല്ലാത്ത പല മഖ്ലൂക്കുകളോടുമാണ്. സഹോദരങ്ങളെ, ആ ഒരു വിഷയമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബദരീങ്ങൾ ആ ബദറിൽ വെച്ചെടുത്ത നിലപാട് ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നാണ്. അവർ ഉഹദിൽ വെച്ചെടുത്ത നിലപാടും അല്ലാഹു മതി എന്നാണ്. ഉഹദിൽ ചില മുനാഫിക്കുകളായ ആളുകൾ അവരുടെ ചെവിയിൽ വന്ന് സംസാരിച്ച സംസാരം പരിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിൽ നമുക്ക് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും, നിങ്ങൾക്കെതിരെ
ആ സ്വഹാബിമാർക്കെതിരെ റസൂലുള്ളാഹിക്കും സംഘത്തിനുമെതിരെ മക്കയിൽ ഒരു വലിയ സൈന്യം റെഡിയായിട്ടുണ്ട്, ഫഖ്ശൗഹും, അവരെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബാക്കൾ അവിടെ മറുപടിയായി പറഞ്ഞത് ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ റബ്ബ് എന്തു പ്രതിസന്ധിക്കും, എന്ത് പ്രയാസത്തിനും, എന്ത് അപകടത്തിനും ഒക്കെ അവൻ മതിയായവനാണ്. അതിനപ്പുറം ഞങ്ങൾക്ക് വിളിക്കാൻ, ഞങ്ങൾക്ക് പറയാൻ ഒരു കേന്ദ്രവും ഇല്ല. ഉണ്ടായിരുന്ന മുഴുവൻ കേന്ദ്രത്തെയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി. ഇബ്രാഹിം നബിയോടുള്ള തേട്ടം ഞങ്ങൾ ഒഴിവാക്കി, ഇസ്മായിൽ നബിയോടുള്ള പ്രതീക്ഷ ഞങ്ങൾ ഒഴിവാക്കി. ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലും ഇവരാരും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയോ ഞങ്ങളെ സഹായിക്കുകയോ ഇല്ല എന്ന സത്യം മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ ഞങ്ങൾ അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രതീക്ഷയും ഞങ്ങൾക്ക് പിന്നെ ഇല്ലാതായി എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ അവരൊക്കെയും നമ്മളോട് വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞു, ഇന്നക ലാ തുസ്മിഉൽ മൗത. ആ മരിച്ചുപോയ ആളുകളെ ആരെയും നിങ്ങൾക്കിനി വിളിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സബബ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മരണപ്പെട്ടവരോടുമായിട്ട് അല്ലാഹു ചെയ്തു തന്നിട്ടില്ല, അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരാരും നമ്മളെ സഹായിക്കുകയില്ല. അംവാത്തുൻ ഗൈറു അഹ്യാഇൻ, അവർ ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് മരിച്ചവരാണ്, ഈ ദുനിയാവിൽ അവർ ഇല്ലാത്തവരാണ്, ജീവനില്ലാത്തവരാണ്. അവർ അവരുടെ ബർസഖിയായ ലോകത്താണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്ത ആളുകളെ അവരെ മരണപ്പെട്ടവരെന്ന് നിങ്ങൾ പറയണ്ട എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് അവരോട് വിളിച്ചു തേടുവാനുള്ള അനുവാദം അല്ല. അവർ അല്ലാഹുവിന്റെ പക്കൽ ജീവിച്ചിരിക്കുന്നു. അത് എങ്ങനെയാണ് അത് നമ്മൾക്കറിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ആ ആളുകളെ അവർ മരണപ്പെട്ടവരാണ്. വലാ തഖൂലു യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തവർ അവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ പറയണ്ട. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പക്കൽ. വലാകിൻ ലാ തശ്ഉറൂൻ, പക്ഷെ അതെങ്ങനെയാണെന്ന് മനുഷ്യരെ നിങ്ങൾക്ക് അറിയുന്ന ഒന്നല്ല, അത് നമ്മൾക്കറിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചു തേടിയാൽ അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അവർ മക്കയിലെ മുശ്രിക്കുകളോട് അവർ ആ ബദരീങ്ങൾ പറഞ്ഞ വർത്തമാനമാണ് ഇന്ന് നമുക്ക് ആ വിളിക്കുന്ന ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകളെ വിളിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല, അവർ നിങ്ങളെ സഹായിക്കുകയില്ല. നിങ്ങളുടെ വിളികൾ കേൾക്കുവാനും നിങ്ങളെ സഹായിക്കുവാനും അല്ലാഹു മാത്രമാണുള്ളത്. അവനാണെങ്കിലോ അവനൊരിക്കലും മരിക്കുന്നവനല്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ നമ്മളെടുത്ത നോമ്പുകൾ ബാത്തിലാവാതിരിക്കാൻ, ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ച നമ്മുടെ നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ കൊടുത്തുള്ള സ്വതക്കകൾ നമുക്ക് ഉപകരിക്കാൻ നമ്മൾ ബദരീങ്ങളോട് തേടുന്നവരായി പോവരുത്. ബദരീങ്ങൾ തേടിയ അള്ളാഹുവിനോടായിരിക്കണം നമ്മുടെ തേട്ടങ്ങൾ മുഴുവനും. ബദരീങ്ങളോട് പാടുന്നവരോ ബദരീങ്ങളിൽ നിന്ന് എന്തൊക്കെയോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നവർ ആവരുത്. അള്ളാഹുവിൽ നിന്ന് എല്ലാത്തിനും പ്രതീക്ഷ വയ്പ്പിച്ച ആ ബദരീങ്ങളുടെ വിശ്വാസമായിരിക്കണം നമ്മുടെയും വിശ്വാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ ബദറിന്റെ ദിവസം വരുമ്പോൾ, അതിന്റെ ദിവസങ്ങൾ വീണ്ടും ഇങ്ങനെ വരുമ്പോൾ, അന്ന് ബദരീങ്ങളെ പേരിൽ പോത്തിനറുക്കുന്നവൻ ആ ബദരീങ്ങളോട് ഒരല്പം പോലും നീതി കാണിക്കുന്നവരല്ല, ആ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരല്ല. ആ ബദരീങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അവർ ഏതൊരു ആദർശത്തെയാണോ എതിർത്ത് പോരാടിയത്, ആ എതിർത്ത് പോരാടിയ മുശ്രിക്കുകളുടെ വിശ്വാസത്തെയാണ് ബദരീങ്ങളുടെ പേരിൽ പോത്തിന് അറുക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ തുടങ്ങി വെക്കുന്നത്. ആ മുശ്രിക്കുകളോടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എന്ന അപകടകരമായിട്ടുള്ള അതിൻ്റെ ചരിത്ര സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ആ ബദരീങ്ങൾ പ്രാർത്ഥിച്ച അല്ലാഹു ഹയ്യുൽ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരണപ്പെടാത്തവനുമാണ്. അവനാണെല്ലാം കേൾക്കുന്നത്, അവനാണെല്ലാം നിയന്ത്രിക്കുന്നത്, അവൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് പരിഹാരമുള്ളത്. അതുകൊണ്ട് ആ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ആ ബദരീങ്ങളുടെ പാത, ആ ബദരീങ്ങൾ എങ്ങനെ ബദരീങ്ങളായി എന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കുക. എന്തിനവർ മക്കയിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ബദരീങ്ങൾ വിശ്വസിച്ച, ആ ബദരീങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആ അല്ലാഹുവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ അല്ലാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ അല്ലാഹുവിനോടാണ് നമ്മൾ സഹായം തേടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പരിശുദ്ധ റമദാനിൽ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.